എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ് ലോങ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ മോൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതെന്താ മോൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയാണ്? കുട്ടികളുടെ വീഡിയോ കൂടുതലും കുട്ടികളല്ലേ കാണുന്നത്. അത് മാത്രമല്ല കേട്ടോ, അവൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റു കുട്ടികൾക്ക് അതൊരു മോട്ടിവേഷൻ കൂടെ ആകാമെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇപ്പം കൂടുതലും കുട്ടികൾ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലുമാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മോൻ അത് കാർത്തിക്കിനെ സംബന്ധിച്ച് പുള്ളിക്ക് അങ്ങനെ ഒരു ഇതില്ല. ടി വി കാണാറില്ല, ഫോൺ കാണാറില്ല. ഞാനാണിപ്പോൾ നിർബന്ധിച്ച് മൊബൈൽ ഫോൺ കൊടുക്കുന്നത്, കുറച്ച് നേരമെങ്കിലും അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പുള്ളി ആളിച്ചിരി കുസൃതിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഫോണൊക്കെയാണോ കൂടുതൽ കാണുന്നത്. പക്ഷെ ഞാൻ ഇല്ലെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ അവൻ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്യുന്ന കാര്യങ്ങൾ, പുള്ളി കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ തെങ്ങ് നോക്കുക, വാഴ നോക്കുക, ചെടികൾ, മരം, നമ്മുടെ സറൗണ്ടിങ്സ്, അതുമായിട്ടാണ് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം പുള്ളിക്കാരൻ്റെ വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് വാ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. അപ്പൊ പുള്ളിക്കാരൻ രാവിലെ എണ്ണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിരാവിലെ തന്നെ എണീക്കും കേട്ടോ. 6 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കും. 6-6:30 ആകുമ്പോൾ എണ്ണീറ്റിട്ട് ആരും വിളിക്കണ്ട, തന്നെ എണീക്കുന്ന. എണ്ണീറ്റിട്ട് ഈ തെങ്ങ് കണ്ടോ, അത് പോയ ഒരു തെങ്ങാണ്, ചെല്ലി കയറി. അത് പുള്ളിക്ക് ഭയങ്കര വിഷമമാണ്. എന്നും ടെറസിന്റെ മുകളിൽ കയറി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് വേറെയുള്ള തെങ്ങും ഒക്കെ നോക്കും. ആ തെങ്ങ് പോയത് പുള്ളിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അവിടെ ഒരു ഓല വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് ഈ കുഴിയിലിടും. ഈ കുഴിയിൽ നമ്മൾ ഓലയെല്ലാം ഇടുന്നതാണ്. പുള്ളി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ കുറച്ചു നേരം അച്ഛൻ്റെ കൂടെ നിന്ന് തെങ്ങിൻ്റെയും വാഴയുടെയൊക്കെ സംശയങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ട്രിപ്പിന് പോകുന്ന പോക്കാണ്. അവിടെ 2 ചെറിയ തെങ്ങുണ്ട്. അത് കുഞ്ഞു തെങ്ങായത് കാരണം കയറി പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ അതിൽ ചെറുതായിട്ട് ഇങ്ങനെ കയറി നോക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൊച്ചുകുട്ടി തെങ്ങിൽ കയറിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലാട്ടോ. പുള്ളി എന്നും കുറേശ്ശെ ഇങ്ങനെ കയറുന്നതാണ്. നമ്മൾ ആരെങ്കിലും അവിടെ കാണും. എന്നെങ്കിലും തെങ്ങിൽ കയറി തേങ്ങ ഇടണമെന്നൊക്കെ പുള്ളിക്കാരൻ്റെ ഭയങ്കര ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഒരു ഓല കിടപ്പുണ്ട്, അത് വലിച്ച് താഴെ ഇടാൻ നോക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇനി അടുത്ത മുകളിലോട്ട് പോകണം. പോയ തെങ്ങിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വിഷമിച്ച്. എന്നിട്ട് അത് തന്നെ എല്ലാവരോടും എപ്പോഴും പറയും എൻ്റെ ഒരു തെങ്ങ് പോയി എന്ന്. അപ്പോൾ ഇതുവരെ ആൾ മുഖം കഴിയിട്ടില്ല കേട്ടോ. ഇത് കഴിയുമ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് ഓരോ തേങ്ങയൊക്കെ വീണെടുത്ത് കുലുക്കി നോക്കും ഏതാ നല്ല തേങ്ങയെന്നൊക്കെ. പിന്നെ ആ പോയ തെങ്ങിന്ന് കുറച്ച് കരിക്കൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ തോട്ടിൽ. അതപ്പം ഇത് നമ്മുടെ ഇവിടെ കുത്തുകമ്പിയാണേ. ഇതിട്ടാണ് തോട്ടിൽ വീഴുന്ന തേങ്ങയൊക്കെ കുത്തിയെടുക്കുന്നത്. പുള്ളി തന്നെയാണ്, ഇത് നമ്മൾ ആരെ കൊണ്ടും ചെയ്യിക്കത്തില്ല. തേങ്ങ ഇട്ടാലും ഫുൾ തേങ്ങയെല്ലാം പുള്ളിക്കാരൻ തന്നെയാണ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അടുക്കി ഇടുന്നതും പെറുക്കുന്നതും. ഓല വേറെ ഇടും, കൊതുമ്പ് വേറെ ഇടും, കരിക്ക് വേറെ ഇടും. തേങ്ങ ഏതൊക്കെ സെക്ഷനായിട്ട് ഇടണമെന്ന് പുള്ളിയെടുക്ക ചോദിച്ചാൽ മതി. കാർത്തിക്കിന് നല്ല പോലെ അറിയാം കേട്ടോ. തേങ്ങ എടുത്തിട്ട് പറയാം എത്തരം തേങ്ങയാണോ. ഇനി അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ പാക്കാണ്. രാവിലെ വീഴുന്ന പാക്കെല്ലാം പെറുക്കിക്കൊണ്ട് വരും. പെറുക്കിക്കൊണ്ട് വന്നിട്ട് പുള്ളിക്ക് സ്ഥിരം പാക്കിടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവന്ന് പാക്കെല്ലാം ഇടും. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ പാക്കെല്ലാം വെയിലത്ത് ഉണക്കാൻ വെക്കും. ഇത് കൊടുത്തിട്ട് കാശ് മേടിക്കാനാണ് കേട്ടോ. ഇവിടെ ഒരു അച്ഛനുണ്ട്, അച്ഛന് കൊടുത്തിട്ട് പുള്ളി 20, 30, 50 ഒക്കെ വാങ്ങിച്ചു വെക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാം കുളിപ്പിച്ച് കൊണ്ടുവന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇന്ന് ഇച്ചിരി താമസിച്ചു പോയായിരുന്നു. വീഡിയോയും കൂടെ എടുക്കൽ കാരണം കുറച്ച് താമസിച്ചു പോയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ തന്നെ തലയൊക്കെ ചീവിക്കോളാം, തന്നെ ക്രീമും പൗഡറൊക്കെ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മിഴി ഉണർന്ന് വന്നിട്ടുണ്ട്. മിഴി ചേട്ടൻ ഒരുങ്ങുന്ന കണ്ടിട്ട് കട്ടിലിൻ്റെ ഒരു സൈഡിൽ മാറി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി സ്കൂളിൽ പോകണമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് പോവണ്ട അമ്മേ, എനിക്കിവിടെ ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല മോനെ, പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പഠിക്കും, അങ്ങനെ ഒത്തിരി സമയമൊന്നും ഇരുന്ന് പഠിക്കത്തില്ല കേട്ടോ. അത്യാവശ്യം നല്ലോണം പഠിക്കുകയും ചെയ്യും. ഒരു അരമണിക്കൂറൊക്കെ പഠിക്കത്തുള്ളൂ. കൂടുതലും പുള്ളിക്ക് ഇങ്ങനെയുള്ള ജോലികളാണ് ഇഷ്ടം. പിന്നെ പെട്ടെന്ന് ബെൽറ്റും ടൈയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് അടുത്തുനിന്ന് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയാണ്. ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം തന്നെയൊക്കെ ഇരുന്ന് കഴിച്ചോളും. ആരെങ്കിലും ഉണ്ടെങ്കിൽ, അച്ഛനുണ്ടെങ്കിൽ കുറച്ച് പിന്നെയും കഴിക്കും. കറിയൊക്കെ കൂട്ടാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ എരിവുള്ള കറികളൊന്നും അധികം കൂട്ടാറില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് എല്ലാം റെഡിയാക്കിയാൽ പിന്നെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പിന്നെ പുള്ളി തന്നെ കഴിക്കുകയാണ് കേട്ടോ.
ഞാൻ പറഞ്ഞ അമ്മ വീഡിയോ എടുക്കുക, പെട്ടെന്ന് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായി പോയി, സംഭവം സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാക്കിയപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് 2 തേങ്ങ അവിടെ എടുത്ത് ഇട്ടിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറെല്ലാം റെഡിയാക്കി. ഇന്ന് മുട്ട വറുത്തതും പയർ തോരനുമാണ് ചോറിന് കൊടുത്തു വിടുന്നത്. പിന്നെ അതായത് സ്കൂളിൽ നിന്ന് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്കൂളിൽ പോകുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. 3 മണിയായപ്പോൾ സ്കൂളിൽ നിന്ന് വരും കേട്ടോ. നമുക്ക് സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടുന്ന് വരുന്ന വഴവാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മ എന്തിനാ വീഡിയോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. എന്നോട് ചോദിക്കുന്നത് എന്തിനാ വീഡിയോ എടുക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. വന്ന ഉടനെ അകത്ത് പോലും കയറത്തില്ല. യൂണിഫോം പോലും ഊരാതെ ചെന്നിട്ട് പുള്ളിക്കാരൻ പോയി കഴിഞ്ഞ് ഏതെങ്കിലും തേങ്ങയോ ഒക്കെ വീണോ ഓല വീണോ എന്നൊക്കെയാണ് നോക്കാനീ പോകുന്നത്. തെങ്ങിലാണ് എപ്പോഴും നോക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ നിക്കർ ഇട്ടുകൊണ്ടുള്ള വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ വലിച്ചു കെട്ടുന്ന സീനാണ് കാണുന്നത്. ഇപ്പം കരയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ട്യൂഷന് പോകണ്ടെന്നും പറഞ്ഞാണ് കരയുന്നത്. ആ സങ്കടത്തിൽ വന്നതാ ഇവിടെ ഇരിക്കുവാണ് രണ്ടുപേരും കൂടെ. എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ അച്ഛനോട് പറ എനിക്ക് ട്യൂഷന് പോവണ്ട, ഇന്ന് പോവണ്ട, എനിക്ക് കുറേ തേങ്ങയൊക്കെ പെറുക്കണം, ഇത് തന്നെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എപ്പോഴും ലീവ് എടുക്കല്ലുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുത്തിയേക്കുവാ. അത് കഴിഞ്ഞപ്പോൾ തെങ്ങേ കയറൽ പ്രാക്ടീസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇനി ഒരു തെങ്ങിൻ്റെ കുറച്ച് കയറി പതുക്കെ അത് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണേ. പുള്ളി വീഴത്തൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. അത്യാവശ്യം നല്ല ബാലൻസ് ഒക്കെ ഉണ്ട് തെങ്ങേ കയറാൻ. ഇത്രയും തന്നെ കഷ്ടപ്പെട്ട് കയറി പഠിച്ചതാണ്. ഇനി അത് കഴിഞ്ഞത് അപ്പുറത്തു നിന്ന് ഒരു അടയ്ക്കാമരത്തിൻ്റെ തൈയാണെന്ന് തോന്നുന്നു എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് പോണതാ. ഇന്നിപ്പോൾ ട്യൂഷന് കൊണ്ടുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ചട്ടി കുഴിച്ച് വെക്കും. നാളെ ആകുമ്പോൾ അതൊരു കുഴിയൊക്കെ എടുത്ത് കുഴിയിലാണ് വെക്കുന്നത്. ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എന്തോ എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞ് എൻ്റെ തൂമ്പയൊന്നും കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചട്ടിയിൽ കുഴിച്ചൊക്കെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇച്ചിരി നേരം എനിക്ക് കിളയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് തൂമ്പ എടുത്ത് കിളയ്ക്കുവാണ്. ഇത് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ കിളച്ച് പിന്നെ വാഴയൊക്കെ എന്തൊക്കെയായി പിന്നെ പിച്ചാത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വാഴയൊക്കെ വൃത്തിയാക്കും. അതാണ് പണി. എല്ലാം ഉണങ്ങിയതെല്ലാം വെട്ടിക്കളയും. വാഴയൊക്കെ നോക്കുന്നുണ്ട്. ചെറിയ ഒരു മാറ്റം പോലും അവൻ പെട്ടെന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് നാളെ കുഴിച്ച് വെക്കാനുള്ള തൈയാണെന്നും പറഞ്ഞ് അതൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഉണങ്ങിയ വാഴയൊക്കെ വെട്ടി കുഴിയിലെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. എന്നും പിച്ചാത്തിയൊക്കെ എടുത്ത് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. എനിക്ക് പേടിയും ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ട്, ഞാൻ സൂക്ഷിക്കണേന്ന് പറയുന്നുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. പിന്നെ നമ്മള് അടുത്തത് ഇനി പുള്ളിക്കാരൻ തേങ്ങ പൊതിക്കാൻ പോവാണ്. തേങ്ങ പൊതിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്ക് നല്ല ബാലൻസ്. എനിക്ക് ഇപ്പോഴും ഈ പാരയിൽ പൊതിക്കാൻ അറിയത്തില്ലേ, പക്ഷെ പുള്ളി ഇതിൽ പൊതിക്കും കേട്ടോ. അങ്ങനെ എനിക്ക് അപ്പത്തിനൊരു തേങ്ങ വേണമെന്ന് പറഞ്ഞതിനെ പൊതിച്ച് തരും. അമ്മയ്ക്ക് ഞാൻ പൊതിച്ച് തരാം, അച്ഛനോട് പറയില്ല ഞാൻ പാരയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പുള്ളിയുടെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു കേട്ടോ. എല്ലാവരും അപ്പോൾ വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ സംഭവം ഞാൻ പറയണമെന്ന് വിചാരിച്ചത്, കാർത്തിക് കുഞ്ഞിലേ മുതലേ ഇങ്ങനാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കുറച്ചൊരു 2 വർഷം കൊണ്ടാണ് ഇങ്ങനെ ആയത്. അത് ഞാൻ ട്രെയിൻ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഗുഡ് പേരൻറ്റിങ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന, അവൻ കൂടുതൽ സ്നേഹിക്കുന്നത്, പക്ഷെ ഞങ്ങളെ പേരൻസിനേക്കാൾ കൂടുതൽ അവൻ സ്നേഹിക്കുന്ന അവൻ്റെ അപ്പൂപ്പനെയാണ്. അതായത് ഇവിടുത്തെ അച്ഛനെയാണ് സ്നേഹിക്കുന്നത്. അപ്പം അച്ഛൻ്റെ കൂടെ ഇരുന്നാണ് അവൻ രാവിലെ അവൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ കിടക്കുന്നത് വരെ കൂടുതൽ സമയം അവൻ അച്ഛൻ്റെ കൂടാണ് നിൽക്കുന്നത്. അപ്പം അച്ഛൻ പഴയ കാര്യങ്ങളല്ലേ പറയാറുള്ളൂ. അപ്പം അത് കേട്ടിട്ടാണ് അവന് തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളോട്, കൃഷിയോട് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ മുത്തശ്ശിയൊക്കെ ആയിട്ട് കൂടുതൽ ഒരു ഇൻട്രാക്ഷന് ശ്രമിക്കുക. അപ്പോൾ അവർ ഈ കൂടുതൽ ഫോണും ഈ ടാബും ഈ ലാപ്ടോപ്പും ഒന്നും കൊടുക്കാതെ അവരെ കൂടുതൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിക്കുമ്പോൾ അവർക്കും പഴയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുട്ടികളവർക്ക് പെട്ടെന്ന് അത് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുകയും അവർ ആ ഒരു രീതിയിലേക്ക് ആവാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് കാർത്തിക് ഇങ്ങനെ ആയത്. അവൻ ഇപ്പോഴും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ അവൻ എപ്പോഴും ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇന്നിപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് കറക്റ്റായിട്ട് തേങ്ങ ഇടേണ്ടതെന്ന് അവനറിയാം, പക്ഷെ എനിക്കിപ്പോഴും അറിയത്തില്ല. അതുപോലെ തന്നെ തേങ്ങ എടുത്തിട്ട് കുലുക്കിയിട്ട് അത് എന്താണ് അങ്ങനെയൊക്കെ അവന് പറയാൻ അറിയാം. പിന്നെ തെങ്ങ് ഇങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് തെങ്ങ് നശിച്ചു പോകുന്നത് ഇതൊക്കെ അവന് പറയാനറിയാം. ഞാൻ ചോദിച്ചു, മോൻ കുറച്ച് വീഡിയോയിൽ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ നല്ല മൂഡാണെങ്കിൽ ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഫുള്ളായില്ല, ഇനി വരും പാട്ടായിട്ട് കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. വീട്ടിൽ 3 തെങ്ങുണ്ട്. അത് കുറേ തേങ്ങ പിടിക്കും.
ഒരെണ്ണം മണ്ട പോയി ഓല കടന്നു വീണോണ്ടിരിക്കുവ കൊറേ കഴിക്ക് ചീഞ്ഞു പോയി. നിങ്ങൾ വളം ഇടുവാണെങ്കിൽ നിറക്കൊല്ല പിടിച്ചു. ഞായറാഴ്ച വരുന്നുണ്ട് തേങ്ങ ഇടാൻ. അപ്പൊ കൊറേ കിട്ടും. എനിക്ക് കരിക്ക് കിട്ടിയതാണ്. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം.